പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവായ ഈശോ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുക. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കാനും വിശുദ്ധീകരിക്കാനും നവീകരിക്കാനും കാത്തുപരിപാലിക്കാനും അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനും രോഗങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കാനും പൈശാചിക പീഡകളിൽ നിന്ന് രക്ഷിക്കാനും കർത്താവ് എഴുന്നള്ളിയിരിക്കുക. ഇന്നേ ദിന കർത്താവിൻ്റെ അസാധാരണമായ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ ഭവനങ്ങൾക്കും നിങ്ങളുടെ നിയോഗങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്നേ ദിനം പൈശാചികമായ ശക്തികള്, കൂടോത്രങ്ങള്, തഴക്കദോഷങ്ങള്, പാപചിന്തകള്, പാപബന്ധനങ്ങള് പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ടുമാറട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളെ ഇന്ന് കാത്തു പരിപാലിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ. നിങ്ങളുടെ വീടിനെ പരിശുദ്ധ അമ്മ തൻ്റെ നീലമേലങ്കി കൊണ്ട് പുതപ്പിച്ച് കാത്തുകൊള്ളട്ടെ. നിങ്ങളുടെ പറമ്പിൻ്റെ 4 അതിരുകള് 16 കോണുകളില് മിഖേൽ മാലാഖ ഊരിപ്പിടിച്ച വാളുമായി സംരക്ഷണം ഒരുക്കട്ടെ. വിശുദ്ധ മിഖേല് ടൈഗ്രീസ് നദിയിൽ നിന്ന് പിടിച്ച മത്സ്യത്തിന്റെ ചങ്കും കരളും പുകച്ച് അസ്മേ ദേവസ് എന്ന ദുഷ്ടപിശാചിനെ ബന്ധിച്ച് ഒരു ഭവനത്തിന് വിടുതൽ കൊടുത്തതുപോലെ ഇന്ന് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ ചങ്കും കരളും പുകയ്ക്കപ്പെട്ട് നിങ്ങളുടെ ഭവനങ്ങളെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ആത്മഹത്യയിലേക്കും കടബാധ്യതകളിലേക്കും വിവാഹ തകർച്ചകളിലേക്കും വിവാഹം നടക്കാൻ പറ്റാത്ത ബന്ധനങ്ങളിലേക്കും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളിലേക്കും ജോലി തടസ്സങ്ങളിലേക്കും വിസ തടസ്സങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന നാശകരമായ ശക്തികള്, തടസ്സങ്ങള്, പ്രകൃതി വിരുദ്ധ ശക്തികള്, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കള്, അസൂയകള്, കണ്ണുവെക്കലുകള് ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഇന്നൊരു പുതിയ അഭിഷേകം, ഒരു പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അനോയിന്റിങ് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നടക്കട്ടെ. അതിൻ്റെ മേലുള്ള എല്ലാ കെട്ടുകള്, എല്ലാ ബന്ധനങ്ങള്, എല്ലാ അന്ധകാര ശക്തികള് ഇന്ന് വിട്ടുമാറട്ടെ. പ്രകൃതി വിരുദ്ധ ശക്തികൾ വിട്ടുമാറട്ടെ. എല്ലാ തിന്മയുടെ അരൂപികൾ വിട്ടുമാറട്ടെ. ഇന്ന് നിങ്ങളുടെ വഴികളെല്ലാം നേരെയാകട്ടെ. നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളിത് കണ്ടുമുട്ടുന്ന വ്യക്തികള് നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് തരാതെ പോസിറ്റീവ് എനർജി തരാൻ ഇടവരട്ടെ. യേശുവേ, അവിടെ നിന്ന് തൊടണമേ ഞങ്ങളുടെ ഭവനത്തെ, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് തൊടണമേ. രോഗികളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. രോഗങ്ങൾ മൂലം നിരാശപ്പെട്ട് മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെ ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ലാതെ വേദനിക്കുന്നവരുടെ അടുത്തേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു ചെല്ലട്ടെ. പുതിയൊരു അഭിഷേകം, പുതിയൊരു അനോയിന്റിങ്, പുതിയൊരു കൃപ, പുതിയൊരു ശക്തി ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയോടെ ലഭിക്കട്ടെ. നാശകരമായ ജീവികളും അസൂയകളും കണ്ണുവെക്കലുകളും അഹങ്കാരങ്ങളും തലക്കനങ്ങളും ആർത്തിയും പ്രാക്കുകളും നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ശാപവചനങ്ങള്, ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞുള്ള ശാപവചനങ്ങൾ വിട്ടുമാറട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. സാത്താൻ തകർക്കപ്പെടട്ടെ. ഇനി അവൻ നിങ്ങളുടെ വീട്ടിൽ പ്രബലപ്പെടാൻ പാടില്ല. ഇനി തിന്മയുടെ അരൂപികള് നിങ്ങളുടെ വീട്ടിൽ പ്രബലപ്പെടാൻ പാടില്ല. യേശു നാമത്തിൽ അച്ഛൻ ബന്ധിക്കുക. യേശുവിൻ്റെ ശക്തിയാൽ അച്ഛൻ ശാസിക്കുക. തൊഴിൽ തടസ്സങ്ങള്, PR-ന്റെ തടസ്സങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, പറമ്പിന്റെ കച്ചവട തടസ്സങ്ങള്, ഭർത്താവിൻ്റെ തെറ്റായ ബന്ധങ്ങള്, ഭാര്യയുടെ തെറ്റായ ബന്ധങ്ങള്, ഇതിലൂടെ കടന്നു വരുന്ന കുടുംബ തകർച്ചകള് യേശു നാമത്തിൽ ബഹിഷ്കരിക്കുക. ഈശോ മാനസാന്തരത്തിന്റെ അരൂപി നിന്ന് കടന്നു വരട്ടെ. പ്രാർത്ഥിക്കാനുള്ള ഒരു അരൂപി കടന്നു വരട്ടെ. ഒരു വീടുകളിൽ ഒരു പുതിയ അഭിഷേകം കടന്നു വരട്ടെ. വീടുകൾക്ക് ഒരു പുതിയ ശക്തി കിട്ടട്ടെ, ഒരു ഉണർവ് കിട്ടട്ടെ. പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ഈ ഭവനങ്ങൾക്ക് ലഭിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം ഈശോ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 7-8 തിരുവചനങ്ങളാ. ഈശോ 7-ാമത്തെ തിരുവചനത്തിൽ പറയുക,
കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ലുകൾ കരിയുന്നു. 6-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ചേട്ടൻ നമ്മൾ വീണ്ടും സ്വരമുയർന്ന് ഉദ്ഘോഷിക്കുക. ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തുദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം. നമ്മൾ ഭാഗ്യമായിട്ട് കരുതുന്ന കാര്യങ്ങൾ വെറും ജഡമാണ്. ഈശോ അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണിക്കും. നമ്മൾ വലുതെന്ന് കരുതുന്ന പല കാര്യങ്ങളും വളരെ ക്ഷണികമാണ്. കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുന്നു, പുഷ്പം വാടിപ്പോവുകയും ചെയ്യും. മനുഷ്യർ പുല്ല് മാത്രം. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നും നിലനിൽക്കുന്നു. നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. ബാക്കി നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ കൂടെ എല്ലാം ഉണ്ടാകും. സമ്പത്തുണ്ടാകും, മക്കളുണ്ടാകും, ജീവിത പങ്കാളികൾ ഉണ്ടാകും. എന്നാൽ ശാശ്വതമായിട്ടുള്ളത് ദൈവമാണ്, ദൈവവചനമാണെന്ന് തിരിച്ചറിയാം. നമുക്ക് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കൗശലക്കാരനായ സർപ്പമേ, സാത്താനെ, മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്ന നിന്റെ തുനിവ് ഇന്ന് അവസാനിക്കട്ടെ. ഈ മക്കളിന്ന് വിട്ടുപോകാൻ, ഈ മക്കളുടെ ജീവിതത്തിൽ വിട്ടുമാറാൻ യേശുനാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു. കുരിശിന്റെ നിഗൂഢ ശക്തിയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രാബല്യവും നിന്നോട് ആജ്ഞാപിക്കുന്നു. ആദിവ്യാധികളും ദുഷ്ടതകളും നിറച്ച് ഈ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ തുനിവ് ഇന്ന് അവസാനിക്കട്ടെ. യേശുനാമത്തിൽ നിന്നെ ബന്ധിക്കുന്നു. പൈശാചിക രൂപികളെ, നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് ഈ മക്കൾക്ക് അത്ഭുതകരമായ വിടുതൽ കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. സാധിക്കുന്ന എല്ലാവരെയും ചൊവ്വാഴ്ച ദിവസം കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. രാവിലെ മുതൽ ഇവിടെ കൗൺസിലിങ്ങിന് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ആത്മായ പ്രേക്ഷിതരും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരും ഇവിടെ സന്നിഹിതരായിരിക്കും. ആയതിനാൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ തന്നെ വരാം. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 മണി വരെ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡെലിവറൻസിൻ്റെ, പിശാച് ബഹിഷ്കരണത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് വണങ്ങാനും അന്തോനീസിനുള്ള നൊവേനയിൽ പങ്കെടുക്കാനും നിങ്ങളെല്ലാവരെയും മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഓട്ടോറിക്ഷ പിടിച്ച് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ എന്ന് ചോദിച്ചാൽ മതി. ഓട്ടോറിക്ഷക്കാർ ഇവിടെ കൊണ്ടുവരും. തിരികെ പോകാനായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്കും വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ എത്തിച്ചു തരുന്നതാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.